തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്നെ ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലെത്തിച്ചത് WWE ആണ്. അതായത് ഞാൻ WWE എന്ന് പറയുന്ന ഷോ, ആ ഒരു എൻ്റർടൈൻമെൻറ്റ് റെസ്ലിംഗ് ഷോ കുട്ടിക്കാലത്തെ ഞാൻ കാണുമായിരുന്നു. എൻ്റെ സ്വന്തം വീട്ടിൽ ടി വി ഇല്ല, ടി വി ഉണ്ട്, കേബിളില്ല. കേബിളുള്ള വീട് അടുത്ത വീടാണ്, അവിടെ പോയാണ് കാണുന്നത്. അപ്പോൾ അത് എന്ന് ഞാൻ ആദ്യമായിട്ട് ആ WWE ആദ്യമായിട്ട് കണ്ടു, അന്ന് തൊട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് എനിക്ക് വർക്കൗട്ട് എന്നുള്ള സംഭവമേ ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെ കുറേ ഇംഗ്ലീഷ് സിനിമകൾ, ബോഡിയുള്ള നായകന്മാരുടെ ഇംഗ്ലീഷ് സിനിമകൾ കുത്തിയിരുന്ന് കാണും. എന്നിട്ട് അവരെ പോലെ ആവണമെന്ന് ആഗ്രഹിച്ച് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ WWE ആണ് എന്നെ ഇന്ന് ഈ നിലയെത്തുന്നത്, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ഫിറ്റ്നസ് ഐക്കണാക്കി, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു നാച്ചുറൽ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യാൻ പ്രചോദനം നൽകിയ ഷോയെങ്കിൽ ആ ഷോയുടെ ഫേസ് ആയിട്ട് മാറി. അല്ലെങ്കിൽ ഒരു സമയത്തൊക്കെ പറയുന്നത് WWE എന്ന് പറയുന്ന ജോൺ സീനയാണ്. കാരണം ജോൺ സീന ഇല്ലാതെ WWE ഇല്ല എന്ന് പോലും ഒരു സമയത്ത് പറയുമായിരുന്നു. അപ്പോൾ ജോൺ സീന എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ ഇന്ന് ഈ കാണുന്ന നിലയിൽ ആവാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരവിന്ദ്, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആരുടെ വേണോ ചോദിക്കോ, കുട്ടിക്കാലത്തെ ഞാൻ എപ്പോഴും ജോൺസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ജോൺസിനെ നേരിട്ട് കാണണമെന്ന് കുട്ടിക്കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എന്തു പറയാം, ഈ 10 സ്പോർട്സ് എന്നുള്ള ചാനലിൽ WWE ഷോസ് വരുമ്പോൾ ജോൺസിനയുടെ എൻട്രിയും, ജോൺസിനെ കാണുമ്പോൾ പോലും ഉടനെ വീട്ടിൽ ചെന്നിട്ട് വർക്കൗട്ടാണ്. ഷോ കഴിഞ്ഞ ഉടനെ വീട്ടിലോട്ട് ഓടും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പുഷപ്സും ജിന്നപ്പും ഒക്കെ ഇങ്ങനെ, വേറെ ഒന്നും അറിഞ്ഞൂടാ, അറിയാമെന്നുള്ള 2 വർക്കൗട്ട് പുഷപ്സും ജിന്നപ്പുമാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു കാലം. അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ എന്നെ ഇന്നീ കാണുന്ന ഞാനാക്കി മാറ്റിയതിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ പങ്ക് വഹിച്ച, എന്നെ ഇൻസ്പയർ ചെയ്യാൻ ഒന്നാമത്തെ പങ്ക് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് ജോൺ സീനയാണ്. അത് കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. ശരിക്കും ഒരുപക്ഷെ ആ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഫിറ്റ്നസ് മേഖലയോ അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയോ വർക്ക് ചെയ്യുകയൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മേഖലയിലോട്ട് തിരിഞ്ഞു പോയാൽ. ചിലപ്പോൾ ആ മനുഷ്യൻ കാരണമാണ് ഇന്ന് കാണുന്ന നിലയിൽ ഞാൻ എത്തിയത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഒരു കാലത്ത് ഏറ്റവും മികച്ച റിങ്ങിൽ അദ്ദേഹം ചാടുന്നു, ഓടുന്നു, തലകുത്തി മറിയുന്നു, ഗ്രേറ്റ് കാളിയനെയും ഭിക്ഷേനെയും മാർക്ക് ഹെൻവിയൊക്കെ എടുത്ത് FU ചെയ്യുന്നു. അല്ലെങ്കിൽ പുതിയ പേരെന്താണ്, ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാനൊക്കെ കാണുന്ന സമയത്ത് FU ആയിരുന്നു. ബ്രോക്ക് ലെസ്നറുടെ F5 ആയിരുന്നു ആ ഫിനിഷിങ് മൂവ്സ്. അപ്പോൾ അങ്ങനെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ ശക്തിയുടെ അവസാന വാക്കാണ് ജോൺസിനെ എന്ന് പോലും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു മാച്ച് ഉണ്ടായിരുന്നു, അതിൽ എഡ്ജും ബിഗ് ഷോയും ജോൺസിനെയും ട്രിപ്പിൾ എച്ച് ഉണ്ടായിരുന്നോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ ഇവർ മൂന്നിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ഉണ്ട്. ആ മാച്ചിലൊക്കെ ജോൺസീന തോളിൽ ബിഗ് ഷോനെയും എഡ്ജിനെയും ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിക്കാം. ഇതാണ്ടാ, ഈ സീനൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതായത് ഞാനൊക്കെ കോരി തരിച്ച സീനാണ്. ഈ സീന് കണ്ടിട്ട് ഞാൻ പോയിട്ട് അതുപോലെ ആവാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യുക, സ്കൂളിൽ പോയിട്ട് അതുപോലെ തൂക്കിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഫിറ്റ്നസിൻ്റെ നോളജും അനാട്ടമിയും കൊണ്ട് അതൊക്കെ മണ്ടത്തരമാണ്. നമുക്ക് വലിയ അറിവോ നോളജൊന്നും ഇല്ലല്ലോ. ഹെവി വെയിറ്റ് ലിഫ്റ്റിങ് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള അറിവൊന്നും ഒന്നില്ല. ഹെവി വെയിറ്റ് എടുക്കുന്നത് വലിയ ശക്തിയുടെ അളവുകോലായിട്ടൊക്കെയാണ് കാണുന്നത്. അത് എത്രത്തോളം അപകടമൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്ത്. അന്നോ നല്ല ഫുഡ് പോലും ഇല്ല. അതാണ് കോമഡി. അപ്പോഴും കുറച്ച് വെയിറ്റുള്ള പയ്യന്മാരെയൊക്കെ ഞാൻ എടുത്ത് പൊക്കുമായിരുന്നു. അത്ര ഭക്ഷണമൊന്നും ഇല്ലായിരുന്നിട്ടും നമ്മുടെ വർക്കൗട്ടിൻ്റെ കോൺഫിഡൻസിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള ജോൺ സീന, അപ്പോൾ ഈ കാണുന്ന ജോൺ സീനയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു സമയത്ത് ശക്തിയുടെ അവസാന വാക്കായിട്ട് കണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നടക്കുന്നതൊക്കെ സ്ലോ മോഷനിലാണ് അദ്ദേഹം നടക്കുന്നത്. മൂവി ചെയ്യുന്നത്, തല തിരിക്കുന്നത് സ്ലോ മോഷൻ. കണ്ടോ, ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലെ സ്ലോ മോഷൻ.
അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്ററിന് പ്രശ്നമുണ്ട്. സ്ലോ മൂവ്മെൻറ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സൈഡ് വ്യൂ കണ്ടാൽ അറിയാം, അദ്ദേഹം ചെറുതായിട്ട് കൂനിയാണ് നിൽക്കുന്നത്. അതായത് നിവർന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, ചെറുതായിട്ട് കൂനി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു തരം അതായത് നേരെ നിന്ന് കഴിഞ്ഞാൽ നടുവേദന എടുക്കും, ഒരു വേദന എടുക്കുക. അപ്പോൾ അത് ഒഴിവാക്കാനാണ് അദ്ദേഹം കുറച്ച് കൂനി നിൽക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ജോൺസിനെ കണ്ട ഒരു പടുവൃദ്ധനായിട്ട് തോന്നും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ മുൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ജോ ബൈഡൻ കണ്ടിട്ടുണ്ടല്ലോ. ജോ ബൈഡൻ അയാൾ 80+ വയസ്സുള്ള ആളാണ്. അപ്പോൾ ജോ ബൈഡൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെയാണ് ജോൺസിനെ മൂവ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ജോൺസിനേക്ക് ഇപ്പോൾ 48 വയസ്സെന്തോ ആയാലും 50 വയസ്സ് പോലും തികയാത്ത മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലെത്തിയത്. അപ്പോൾ ഒരു കാലത്ത് ഇതാണ്ട് ഈ ബിഗ് ഷോനെ എഡ്ജിനെയൊക്കെ ഒരുമിച്ച് പൊക്കി നിർത്തിയിരുന്ന ശക്തിയുടെ അവസാന വാക്കായ ജോൺസിനൊക്കെ എന്തു പറ്റി? അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും പരമ്പരയായിട്ട് വന്ന ബാക്ക് ടു ബാക്ക് വന്ന ഇഞ്ചുറീസ് തന്നെയാണ്. ജോൺസിനെ 2002 WWE എൻട്രി ചെയ്യുന്നത്. അത് കർട്ട് ആംഗ്ലോ ആയിട്ടുള്ള മാച്ചിലാണ്. അതിനുശേഷം ജോൺസിന WWE ഫേസ് ആയിട്ട് മാറി. ജോൺസിനയുടെ പ്രത്യേകത വളരെ ശക്തിയുള്ള ശരീരവും കുട്ടിത്തമുള്ള മുഖവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. കുട്ടികളും മുതിർന്ന ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള സൂപ്പർ സ്റ്റാർസ് ശക്തിയുള്ള ശരീരം ഉണ്ടെങ്കിൽ അവരുടെ മുഖം ഒരു കുട്ടിത്തമുള്ള മുഖമല്ല, ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു ഡോമിനൻ്റ് ഫേസ് ആയിരുന്നു. അപ്പോൾ ജോൺസിനയുടെ സക്സസിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ ആ കുട്ടിത്തമുള്ള മുഖവും ശക്തിയൊക്കെയാണ്. അപ്പോൾ ജോൺസിനയുടെ കരിയറിലുണ്ടായ കുറേ ഇഞ്ചുറീസ് ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. 2007 തന്നെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായി. അത് ചെസ്റ്റ് മസിൽസിൻ്റെ പെക്ടോറൽ മേജർ ചെസ്റ്റ് മസിൽ, അത് കെനഡി ആയിട്ടുള്ള ഒരു മത്സരത്തിന് അദ്ദേഹത്തിന് ചെസ്റ്റിന് ഇഞ്ചുറി ഉണ്ടായി. അത് സർജറി ചെയ്ത് ചെസ്റ്റ് മസിലിന് ഇഞ്ചുറി, അത് സർജറി ചെയ്ത് ഫിക്സ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം വലിയൊരു ഗ്യാപ്പ് എടുത്തു. 2007 ചെസ്റ്റ് ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹം വലിയൊരു ഗ്യാപ്പ് എടുത്തു. ആ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം വീണ്ടും റീഎൻട്രി ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാജഡിയാണ് കേട്ടോ. 2007 ഒരു വലിയ ഇഞ്ചുറി ഉണ്ടാവുന്നു. അതിൽ നിന്ന് അദ്ദേഹം റെസ്റ്റ് എടുത്ത് തിരിച്ചു വന്നു. 2008 അദ്ദേഹത്തിന് വലിയൊരു ഇഞ്ചുറി ഉണ്ടാവുന്നു. വീണ്ടും അദ്ദേഹം വലിയൊരു സർജറിയിലോട്ട് പോകുന്നു. വലിയൊരു ട്രാജഡിയാണ് ആ 2007-2008 കാലഘട്ടം. ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വന്ന് അതിനേക്കാളും വലിയ ഇഞ്ചുറി ഉണ്ട്. അത് നെക്കിലാണ്, അതായത് നെക്ക് ഇഞ്ചുറിയാണ്. അത് ബെറ്റീസ്റ്റ ആയിട്ടുള്ള ഒരു വർക്കൗട്ടുണ്ട്. ബെറ്റീസ്റ്റ ബോംബ് അറിയാമല്ലോ, ഈ കാലിൻ്റെ ഇടയിലോട്ട് കയറ്റി ഒരാളെ പൊക്കിയെടുത്ത് ഇരുന്നിട്ട് അടിക്കുന്നത്. അപ്പോൾ ബെറ്റീസ്റ്റ ബോംബോ ആ ബെറ്റീസ്റ്റ ആയിട്ടുള്ളൊരു മാച്ചിലാണ് അദ്ദേഹത്തിന് നെക്കിന് ഇഞ്ചുറി പറ്റിയത്. ആ ഇഞ്ചുറി പറ്റിയ സമയത്ത് അത് സാധാരണ ഒരു ഇഞ്ചുറി അല്ല, വലിയൊരു ഇഞ്ചുറി ആയിരുന്നു. അങ്ങനെ അദ്ദേഹം സ്ക്രൂവും പ്ലേറ്റൊക്കെ ഇട്ട് ആ ഇഞ്ചുറീസൊക്കെ ഫിക്സ് ചെയ്തപ്പോഴും അദ്ദേഹത്തിന് ആ ഏതോ ഒരു സൈഡിലോട്ട് നെക്ക് മൂവ് ചെയ്യാനൊക്കെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കൈ തന്നെ പാരലൈസ് ആയിപ്പോയി ഈ ഒരു ഇഞ്ചുറി കാരണം. അങ്ങനെ അതൊക്കെ ഫിക്സ് ചെയ്ത് അദ്ദേഹം വീണ്ടും WWE എത്തുന്നു. വീണ്ടും റൊട്ടേറ്റർ കഫ്, ഷോൾഡർ ഇഞ്ചുറി, അതുപോലെ ലോവർ ബാക്ക് ഇഞ്ചുറി, ഒരുപാട് ഇഞ്ചുറീസ് ബാക്ക് ടു ബാക്ക് അദ്ദേഹത്തിന് പറ്റി. കാരണം ആ വലിയൊരു ഇഞ്ചുറി ആയിരുന്നു 2008 ഇഞ്ചുറി. അത് കഴിഞ്ഞ് ഡോക്ടർമാരൊക്കെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, അദ്ദേഹം കേട്ടില്ല. എന്നിട്ട് വീണ്ടും റിങ്ങിൽ കയറി ചാടി ഓടി. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ലോവർ ബാക്കും ആ ഇഞ്ചുറി ഒന്നുകൂടെ മോശമാക്കി. അങ്ങനെ അദ്ദേഹം കണ്ടില്ലേ, വീണ്ടും ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്, ഈ സർജറിയും കഴിഞ്ഞ് വന്ന് ബിഗ് ഷോനെ എഡ്ജിനെയൊക്കെ വീണ്ടും ഒന്നിച്ച് തൂക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി വഷളായി. അപ്പോൾ ആ ഒരു ഗതിയിലാണ് ആ മനുഷ്യനെ ഇപ്പോൾ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ ജോൺസിനെ ചിന്തിക്കുന്നത്, ഇപ്പോൾ എനിക്ക് ധാരാളം പണമുണ്ട്, പ്രശസ്തിയുണ്ട്. അപ്പോൾ പണവും പ്രശസ്തിയും എല്ലാം ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് കഴുത്തൊന്ന് തിരിക്കാനോ നേരെ നൂന്ന് നിൽക്കാനോ പോലും പറ്റുന്നില്ല. ഇപ്പോൾ വേറെ ഒരാളുണ്ടല്ലോ, റോണി കോൾമാൻ, ഭയങ്കര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ, ഇപ്പോൾ വീൽ ചെയറിൽ ഇരുന്നാണ് ജീവിച്ചിരിക്കുന്നത്, എന്തൊക്കെയോ നേടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വന്തം ആരോഗ്യം കളഞ്ഞ് നേരെ നിൽക്കാനോ നടക്കാനോ പറ്റാതെ വന്ന് ഇപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ് ജോൺസിന്. എന്നാലും പറയാണ്, 48 വയസ്സേ ഉള്ളൂ, ആ മനുഷ്യന് ഇനി എത്ര വർഷം മുന്നോട്ടുണ്ട്? ഇത്രയും പൈസ മുടക്കിയിട്ടാണ് ഈ ക്വാളിറ്റി കിട്ടിയത്. ഇപ്പോൾ റിട്ടയർഡ് ചെയ്തില്ലെങ്കിൽ വീൽ ചെയർ ആയാലും ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത് ഇനി നിങ്ങൾ തുടർന്ന വീൽ ചെയർ ആവുമെന്ന്. അപ്പോൾ എല്ലാം നേടിയിട്ടും സ്വന്തം അതാണ് പറഞ്ഞത്, ഈ ലോകം മൊത്തം സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അത് ജോൺസിനയുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സ്വത്ത്. എന്ത് നേടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.